ഹായ് ഹലോ. അപ്പോൾ നമുക്ക് ബ്രെഡ് കൊണ്ടൊരു പുഡിങ് പരീക്ഷിച്ച് നോക്കിയാലോ. യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തപ്പോൾ ലാസ്റ്റ് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ട് ഉണ്ടാക്കാൻ തിരിഞ്ഞതാണ് കേട്ടോ. അതിനെ 3 മുട്ട നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം ഒരു കവർ ബ്രെഡിൽ നിന്ന് 4-5 പീസ് ബ്രെഡ് എടുത്ത് മിക്സിയിലോട്ട് ഇടുന്നുണ്ട്. 1 2 3 എന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ കാരമൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡിലേക്ക് പാലൊഴിക്കുക, വാനില എസൻസ് ഒഴിക്കുക, 2-3 ഏലക്ക ഇടുക, കുറച്ച് പഞ്ചസാര കുറച്ച് ഇടുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ മീൻ വിൽക്കുന്നത് കാരണം ഇതിനകത്തൊരു മീനിൻ്റെ സ്മെല്ലുണ്ട്. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി. പിന്നെ ചെറിയൊരു പാത്രം എടുത്ത് നെയ്യ് കുറവായിരുന്നു, ഉള്ള നെയ്ക്കകത്ത് നമ്മളതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പഞ്ചസാര ലായനി നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നു. പിന്നെ ഇഡ്ഡലി കുട്ടും വെച്ചു. ഈ ബ്രെഡ് അരച്ച ഈ ലായനി നമ്മളത് ഒഴിച്ച് കൊടുക്കുന്നു. ഫൈനലി നമുക്കൊരു 10-20 മിനിറ്റ് ആകുമ്പോൾ ഇത് വെന്ത് വരും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെന്തോ നോക്കിയതാണ് ഈ തുള കേട്ടോ. അതിൻ്റെ മണ്ടേ ഒരു പാത്രം വെച്ച് കൊടുത്ത് തട്ടി മറിച്ചിട്ട് 2 തട്ടും കൊടുക്കുമ്പോൾ നമ്മുടെ പുഡിങ് റെഡിയായിട്ട് വന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വന്നപ്പം പുഡിങ്ങായിട്ടല്ല തോന്നിയത്, കിണ്ണത്തപ്പമായിട്ടാണ് തോന്നിയത്. പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, മധുരം ഉണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിട്ടുണ്ട്. എന്നാലും പുഡിങ്ങാന്ന് പറയാനൊന്നും പറ്റത്തില്ല. പാളിപ്പോയി എൻ്റെ പുഡിങ്ങിൻ്റെ പരീക്ഷണം ഇതോടെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. താങ്ക് യു.